പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള കായംകുളം എന്ന പ്രദേശത്തിലെ ഒരു ജ്യോത്സ്യരുടെ വീട്ടിലാണ്. അദ്ദേഹം നമ്മളോടായി മുഹൂർത്തത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കുകയാണ്. നമസ്തേ, ഞാൻ സുരേഷ് കുമാർ, ജ്യോതിഷാചാര്യ, റിട്ടയർഡ് ഹൈസ്കൂൾ അധ്യാപകൻ, കായംകുളം കാക്കനാട് എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ജ്യോതിശാസ്ത്രത്തിലെ മുഹൂർത്തം, പൊരുത്തം, ജാതകം ഇവയാണ്. എന്താണ് ജാതകം, എന്താണ് മുഹൂർത്തം, എന്താണ് പൊരുത്തം? വളരെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ് ജ്യോതിശാസ്ത്രത്തിൽ ഇവ. ഇവയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് മുഹൂർത്തത്തിന്റെ പ്രാധാന്യം? അതായത് സുഖദുഃഖകരം കർമ്മ ശുഭാശുഭ മുഹൂർത്തജം ജന്മാന്തരീവിതൽ കുര്യാൽ ഫലം തസ്വാനേ വിവാ. സുഖദുഃഖകരമായിരിക്കുന്ന കർമ്മങ്ങൾ, അത് ശുഭാശുഭ മുഹൂർത്തജം, ശുഭവും അശുഭവുമായിരിക്കുന്ന മുഹൂർത്തത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മളുടെ ജന്മത്തിലേക്ക് ശുഭവും അശുഭവുമായി വന്നു ചേരുന്നു. ഉത്തമമായി നമ്മൾ ചെയ്യുന്ന ഉത്തമ സമയത്ത്, ഉത്തമ മുഹൂർത്തത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അവ ഉത്തമ ഫലത്തെ നമ്മൾക്ക് നൽകുകയും മുഹൂർത്തമല്ലാത്ത സമയങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾ അശുഭഫലങ്ങളെ ചെയ്യുന്നുവെന്നും ജ്യോതിശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അതുകൊണ്ട് വിവാഹം, അന്നപ്രാശനം മുതലായ കർമ്മങ്ങളിൽ ഏതൊരു സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, ഉത്തമമായ മുഹൂർത്തത്തെ തന്നെ നമ്മൾ ചിന്തിച്ച് വേണം ചെയ്യാൻ. ആ ചെയ്യുന്ന കർമ്മങ്ങൾ ദാനം ചെയ്യുമ്പോഴും, വിവാഹം ചെയ്യുമ്പോഴും, അന്നപ്രാശനം ചെയ്യുമ്പോഴും, അങ്ങനെയുള്ള എല്ലാ സമയങ്ങളിലും ഉത്തമമായ മുഹൂർത്തം നോക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. ഉത്തമമായിരിക്കുന്ന മുഹൂർത്തങ്ങളിൽ നമ്മളൊരു വിവാഹം കഴിച്ചാൽ ജാതക സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ മുഹൂർത്തത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് ആ ദുരിതങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുമാറുന്നതാണ്. അതേപോലെ തന്നെ ജാതകം എന്താണ്? ഗ്രഹനില. പൂർവജന്മാർജിത കർമ്മശുഭം വാ യതിവാ അശുഭം തസ്യഭംഗിം ഗ്രഹാൽ സർവേ സൂചയന്തിഹ ജന്മനി. പൂർവജന്മങ്ങളിൽ അനേകമായിരിക്കുന്ന ആർജിച്ചു വരുന്ന ജന്മങ്ങളിൽ നമ്മൾ പൂർവജന്മത്ത് ചെയ്ത കർമ്മങ്ങളുടെ അനന്തര ഫലങ്ങൾ അനുഭവിക്കാൻ സമയമാകുമ്പോൾ ആകാശത്ത് അതാത് ഗ്രഹങ്ങൾ വന്നു ചേരും. ഈ ഗ്രഹങ്ങളുടെ നിലനിൽപ്പ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും വെളിവാക്കുന്നു. അപ്പോൾ ജാതകത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതിനാണ് ഗ്രഹനില. പൂർവജന്മാർജിത കർമ്മശുഭം യതിവ അശുഭം തസ്യഭംഗിം ഗ്രഹാൽ സർവേ സൂചയന്തിഹ ജന്മനി. പൂർവജന്മത്തിൽ നമ്മൾ ചെയ്ത ശുഭാശുഭ കർമ്മങ്ങൾ നമ്മുടെ ഈ ജന്മത്തെ ഗ്രഹനിലയിലൂടെ കാണിച്ചത്. അതിനാണ് നമ്മൾ ജാതകം പരിശോധിക്കുക. ഈ ജാതകത്തിലെ ദോഷങ്ങൾക്ക് പരിഹാരങ്ങളാണ് ഉത്തമമായ മുഹൂർത്തങ്ങളിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പൂർവജന്മ ദുഷ്കൃതങ്ങളെ എല്ലാം ശമിപ്പിക്കാനും അവയ്ക്കുള്ള പരിഹാരങ്ങൾ പരിപൂർണമായിട്ടാക്കുന്നതിനും ഈ മുഹൂർത്തം വളരെ പ്രാധാന്യമുള്ളവയാണ്. അതുകൊണ്ട് ഇവ പൊരുത്തമാണ്. ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ഗ്രഹനിലകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവയിൽ 7, 8 ഭാവങ്ങളും ആയുസ്സും അതോടൊപ്പം തന്നെ സന്താന ഭാവങ്ങളും ധനകുടുംബ സ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കും.